വിജയേട്ടാ നമസ്കാരം. വിജയേട്ടാ ഇന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാർത്തയുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രകമ്പനം സൃഷ്ടിക്കേണ്ട വാർത്തയാണിത്. നമ്മുടെ എൻ സി ആർ ടിയുടെ പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ ആ പാഠ്യഭാഗം ഒഴിവാക്കി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് ബാബറി മസ്ജിദ് മാത്രമല്ല, ഡൽഹി കലാപം, ബാബറി മസ്ജിദ് ഇതുപോലെയുള്ള കലാപങ്ങൾ എല്ലാം ഒഴിവാക്കി എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇതില് ഡയറക്ടറായിട്ടുള്ള ദിനേശ് പ്രസാദ് സ്ക്നാനി ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതായത് കലാപത്തെക്കുറിച്ച് കൊച്ചുകുട്ടികളിൽ പഠിപ്പിക്കുന്നത് അവരിൽ വിഷലിപ്തമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാകാൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കലാപത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കിയെങ്കിലും ഭാവിയിൽ അവർ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് അറിയാനും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനുമുള്ള കഴിവുണ്ടാകുമെന്നും ആ കഴിവിൽ അവർ ചിന്തിച്ച്, അതായത് വളർന്നു കഴിഞ്ഞ ശേഷം അവർ അവരുടെ പൊളിറ്റിക്സ് ഏതാന്ന് വെച്ചാൽ എടുത്തോട്ടെ, വിദ്യാഭ്യാസ കാലത്ത് ഇതൊന്നും വേണ്ട, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. ഇവിടെ കലാപവും കാര്യങ്ങളൊന്നും അല്ല പഠിപ്പിക്കാൻ വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ വലിയ കോളിളക്കം കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്പർ വൺ. കാരണം പണ്ട് ഈ ഗുജറാത്ത് കലാപം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രി അപ്പൂപ്പൻ ഇവിടെ പറഞ്ഞത്, ഗുജറാത്ത് കലാപം ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കും. എൻ സി ആർ ടി ഒഴിവാക്കിയെങ്കിൽ ഒഴിവാക്കിക്കോട്ടെ, ഞങ്ങൾ ഒരു കെ ബുക്ക് അടിച്ചിറക്കും, എന്നിട്ട് ആ കെ ബുക്കിൽ കെ ചിൽഡ്രനെ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുമെന്ന്. അതായത് ഗുജറാത്ത് കലാപം എന്ന് പറയുന്ന സാധനം ഇവിടെയുള്ള പിള്ളേരുടെ മനസ്സിൽ കത്തി നിൽക്കണം. ആ കത്തി നിൽക്കുന്ന സാധനം, ആ വിഷം വാരി വിതറാൻ ഞങ്ങൾ റെഡിയാണ് എന്നാണ് അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടൻ എന്താ തോന്നുന്നത്? എൻ സി ആർ ടി ഇത് 12ാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്നാണ് കേട്ടോ ഗുജറാത്ത് കലാപത്തെയും ബാബറി മസ്ജിദ് തകർച്ചയും എടുത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്താ തോന്നുന്നത്? ഇത് ന്യായമായിട്ടുള്ള ഒരു നടപടിയാണോ? നമ്മൾ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ശിവൻകുട്ടി മാമിന് സാധിക്കുമോ? എന്താ ഒരു ടേക്ക് താങ്കളുടെ? ഇത് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതാണ്. 1984 സിഖ് കലാപം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് വലിയ രീതിയിൽ അതിനെ ഒരു വിമർശനങ്ങളും ഒക്കെ ഉയർന്നപ്പോഴല്ലേ അത് മാറ്റിയത്. അപ്പൊ മാറ്റിയിട്ടുണ്ട്. വിവാദപരമായ പല കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരു വിദഗ്ധ സമിതിയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ പാഠ്യ പദ്ധതികൾ നിശ്ചയിക്കുകയും മറ്റും ചെയ്യുന്നത്. അതിനകത്ത് ഈ വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമല്ല, സൈക്കോളജിസ്റ്റുകൾ അടങ്ങുന്ന ഒരു പാനലാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോ സ്വാഭാവികമായും ഇപ്പോൾ ഇത് നീക്കം ചെയ്തതിൽ പറയുന്ന കാര്യങ്ങൾ ന്യായമാണ്. കാരണം 84 നടന്ന സിഖ് കലാപം, സിഖ് വിരുദ്ധ കലാപം നടന്നിരുന്നു. ആ കലാപത്തിന്റെ പാഠ്യപദ്ധതികൾ നമ്മൾ ഒഴിവാക്കിയത് ഈ റീസൺ മൂലമാണ്. അതുപോലെ തന്നെ അയോധ്യയിലെ വിഷയങ്ങൾ 5 പേജായിരുന്നു, ഇപ്പൊ 2 പേജാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പൊളിറ്റിക്സ് പഠിച്ചൊരു വ്യക്തിയാണ്. എന്റെ സബായിരുന്നു പൊളിറ്റിക്സ്. ഞാൻ മെയിൻ ഹിസ്റ്ററി ആയിരുന്നു, എന്റെ സബായിരുന്നു പൊളിറ്റിക്സ്. അപ്പൊ ആ പൊളിറ്റിക്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായി തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചും അവരുടെ പ്രോഗ്രാംസിനെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിലേക്ക് വരുമ്പോഴാണ്, ഡിഗ്രി തലം മുതലൊക്കെയാണ് അത് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിപ്പം സ്വാഭാവികമായി കാലോചിതമായി നമുക്ക് മാറ്റം വരുത്തുകയും കാലഹരണപ്പെട്ടവ മാറ്റി നിർത്തുകയും വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സമയത്ത് മാത്രം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല, അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നതും ചരിത്രത്തിന്റെ ഭാഗമായതുമായ അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല്, പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചു, ഉദ്ഘാടനം ചെയ്തു. അത് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ നമുക്കിപ്പം വർഗീയമാണില്ല, ബി ജെ പി സർക്കാരിനാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താൻ കഴിയില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. പുതിയ പാർലമെന്റ് മന്ദിരം, അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചെങ്കോലും ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അത് പിന്നെ എന്തിനേം എതിർക്കുക, 10 വോട്ടിന് വേണ്ടിയിട്ട് പ്രീണനം നടത്തുക എന്നുള്ള നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗം തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ് ഇത്. കാരണം ഈ കുട്ടികളിലാണ് ഈ കൂടുതൽ അവരുടെ കുട്ടികൾ, എല്ലാ മതസംഘടനയായാലും രാഷ്ട്രീയ പാർട്ടികളായാലും കൊച്ചു കുട്ടികളിൽ കൂടെയാണ് അവർ വളരുന്നത്. എല്ലാവർക്കും ഈ കൊച്ചു കുട്ടികളുടെ സംഘടനയുണ്ട്, അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ പരമായി നിൽക്കുന്നവരുടെ സംഘടനയുണ്ട്, അതിന്റെ മുകളിൽ നിൽക്കുന്നത് ഈ മതങ്ങൾക്കും ഉണ്ട്, അവർക്ക് മതപഠന ശാലയുണ്ട്. അപ്പൊ ഇതിലൂടെയാണ് അവരുടെ ഒരു വ്യക്തിത്വത്തിന്റെ വികസനത്തിന്റെ ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത്. അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മളിത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ വിദ്യാർത്ഥികളെ തന്നെ നമ്മൾ ഇതേ രീതിയിൽ ചിന്തിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്തുമാത്രം കള്ളത്തരങ്ങളാണുള്ളത്. ചരിത്രം തന്നെ വളച്ചൊടിച്ചിട്ടില്ലേ? ഈ ചരിത്രത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത എത്ര പേരുടെ പേരുണ്ട്? നമുക്കിവിടെ അറിയാൻ കഴിയുന്ന ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ പിന്നെ മഹാത്മാഗാന്ധി, ഇവരൊക്കെയാണ് സ്വാതന്ത്ര്യം നേടിത്തന്നെന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് വന്ന് ടിപ്പു സുൽത്താനും സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറയുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടവരൊക്കെ ഇതിനകത്ത് കയറി പറ്റുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനയിലുള്ള കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നുമില്ല. അതായത് ഒരു കള്ളം ഒരു സമൂഹത്തെ മുഴുവൻ, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്,
ഈ വിദ്യാഭ്യാസം എന്ന് ഉം, പറയുന്നത് ഒരു രാജ്യത്തെ തകർക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം. ഇത് ഞാൻ പറയുന്നത് ഉം, 1800-കളിൽ ഇവിടെ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു തേരോട്ടം നടത്തിയ സമയത്ത് പശ്ചിമ ബംഗാളിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല. അപ്പൊ പശ്ചിമ ഉം, ബംഗാളിൽ കടന്നു കയറുന്നതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ, അത് അന്നത്തെ അവിടുത്തെ ഉം, ജനറൽ മെക്കാള പ്രഭു രാജ്ഞിക്ക്, വിക്ടോറിയ രാജ്ഞിക്ക് എഴുതിയൊരു കത്തുണ്ട്. അപ്പൊ ആ കത്തില് ഉം, അദ്ദേഹം എഴുതിയത്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ നമുക്ക് വിഭജിച്ച് മുന്നേറാൻ കഴിയും. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഇവിടെ സ്കൂളുകൾ ഉം, സ്ഥാപിച്ചു, ഇംഗ്ലീഷ് ഉം, വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ബ്രാഹ്മണ വിദ്യാർത്ഥികളാണ് ഇവിടെ വരുന്നത്. അതായത് ഉം, ഒരുത്തന്റെ ഒരു സംസ്കാരം നശിപ്പിക്കാൻ അവിടെ ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നാൽ മതി എന്ന് ബ്രിട്ടീഷുകാർ അന്നേ തെളിയിച്ചതാണ്. അതാണ് ആ കത്ത് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുന്നത്. ആ കത്തിനകത്ത് എഴുതിയതാണ്, നമുക്ക് ഇനി ഉം, ഒരു ഉം, വെടിയുണ്ട പോലും ചെലവഴിക്കേണ്ട കാര്യമില്ല, നമ്മൾ അവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നു കഴിഞ്ഞു. കാരണം അവൻ അവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ട് അവന്റെ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ അവൻ പഠിപ്പിക്കുന്നത് എന്തായിരിക്കും? ഇന്ത്യ ഒരു ഉം, അപരിഷ്കൃത രാജ്യമാണ്, അല്ലെങ്കിൽ ബ്രിട്ടനാണ് ഉം, വലുത്, ബ്രിട്ടന്റെ രാജ്ഞിയാണ് വലുത്. ഇതാണല്ലോ അവൻ പഠിപ്പിക്കാൻ ഉം, പോകുന്നത്. ഇതാണല്ലോ ഉം, കുട്ടികളുടെ ഉം, തലയിൽ ഉം. നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോലും ചില മതസംഘടനകളുടെ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള സ്കൂളുകളിലൊക്കെ പ്രാർത്ഥനയും മറ്റുമൊക്കെ ആ മതത്തിന്റെ ദൈവത്തിനെ കുറിച്ചായിരിക്കും കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നത്. ആ പറഞ്ഞത് കൊണ്ട് കുട്ടികൾ ആ ബിചേട്ട രീതിയിലായിരിക്കും വരും. ഇന്ററപ്റ്റ് ചെയ്യാണെന്ന് വിചാരിക്കരുത്. ഇത് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം കൂടെ പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ഈ വേദപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴല്ലോ, നമ്മുടെ ഋഗ്വേദം, യജുർവേദം, സാമവേദം ഇതൊക്കെ വായിക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായിരുന്നു. നമ്മളെ തകർക്കാനായിട്ട് എവിടെ കൈവയ്ക്കണം എന്ന് ഇവർ ചിന്തിച്ചു. ഭഗവത്ഗീത, അങ്ങനെ രാമായണം, ഒരു ഭഗവത്ഗീത കൈവച്ചാൽ ഒരു രാമായണം, ഒരു രാമായണത്തിൽ കൈവച്ചാൽ വേറെ എന്തെങ്കിലും ഉണ്ട്. കാരണം നമുക്കൊരു ഒറിജിനൽ, ഒരു സോഴ്സ് ഇല്ല. എവിടെ തൊട്ട് കഴിഞ്ഞാൽ ആഹ് ഇത് നശിച്ചു പോയി സംസ്കാരം മൊത്തത്തിൽ നിന്ന്. ഇപ്പം എല്ലാം തകർത്ത് കഴിഞ്ഞാലും എനിക്ക് എന്നെ തന്നെ ഒരു കണ്ണാടി നോക്കി കൈകൂപ്പി കഴിഞ്ഞാൽ അതും ആരാധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവര് നമ്മളെ വേദങ്ങളെ തകർക്കാനായിട്ട് ഇറക്കുമതി ചെയ്ത ഒരു വ്യക്തിയായിരുന്നു മാക്സ് മുള്ളർ എന്ന് പറയുന്ന ഒരാൾ. നമ്മുടെ ജർമ്മൻ സ്കോളർ എന്ന് പറയുന്ന മാക്സ് മുള്ളറെ ആ വേദങ്ങളെ തകർക്കാനായിട്ട് ഇറങ്ങി. അയാൾക്ക് സംസ്കൃതത്തിനെ കുറിച്ചുള്ള ബേസിക് നോളജ് പോലും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാൾ ഈ എഴുതി വെച്ച ഈ സാധനങ്ങളൊക്കെയാണ്, അതായത് ഇയാൾ ഇന്റർപ്രറ്റ് ചെയ്ത വേദങ്ങളാണ് ഇന്നും വിദ്യാർത്ഥികൾ ഇവിടെ പല സർവകലാശാലയിലും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഈ എന്താ പറയുക, ഈ ഗർഭിണിയായിരിക്കുന്ന യുവതി ഗർഭാവസ്ഥയിൽ ബീഫ് കഴിക്കണം എന്നൊക്കെയുള്ള ഈ മിസ്ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മറ്റേ വേദത്തിൽ പറഞ്ഞിട്ടില്ലേ? മാക്സ് മുള്ളറിന്റെ വേദത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വക്രീകരിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. തുടരാം. ഇത് ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടിയാണ്. അതായത് നമുക്ക് ഈ രാജ്യത്തിന്, നമ്മുടെ സംസ്കാരത്തിന് ഒരു വലിയ ബൃഹത്തായ പാഠ്യപദ്ധതി സംസ്കാരമൊക്കെ, നളന്ദ ഉണ്ടായിരുന്നു, തക്ഷശില ഉണ്ടായിരുന്നു, ഉം, ഇപ്പോൾ ഉള്ള പിയോക്കയിലുള്ള ശാരദാപീഠം ഉണ്ടായിരുന്നു. അങ്ങനെ അനവധി വിദ്യാഭ്യാസ ഉം, കേന്ദ്രങ്ങൾ. ഇതിനെ തകർക്കാൻ, അതായത് ഒരു സമൂഹത്തെ തകർക്കാൻ വളരെ എളുപ്പമായ മാർഗം അവിടുത്തെ കുട്ടികളെ വഴിതെറ്റിക്കുക എന്ന് മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ ഉം, സംസ്ഥാനത്ത് നടന്നു വരുന്നത് അങ്ങനെയാണ്. കുട്ടികൾ മയക്കുമരുന്നിലേക്കും മറ്റും വഴിതെറ്റി പോയി കഴിഞ്ഞപ്പോഴാണ് ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടായത്. ഇന്ന് പഴയതുപോലെ ഉം, കുട്ടികളെ ആക്റ്റീവായിട്ട് ഒന്നിലും കാണുന്നില്ല, യുവാക്കളെ ഒന്നിലും ആക്റ്റീവായിട്ട് ഉം, നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ എവിടെ പോയി? കുട്ടികളും യുവാക്കളും ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ എവിടെയൊക്കെയോ പോയി. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഒരു സമൂഹത്തെ, ഇപ്പോഴും നമ്മുടെ ലോകത്തെമ്പാടും നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണവ യുദ്ധമോ ഉം, ഇല്ലെങ്കിൽ തോക്കെടുത്തിട്ടുള്ള വാറോ അല്ല, ബൗദ്ധിക തലത്തിൽ ഒരു ഉം, മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോഴത്തെ സർക്കാർ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നു, ടെക്നോളജിക്ക് പ്രാധാന്യം നൽകുന്നു. ഇപ്പൊ IA വരുന്നു, അതിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധവും ക്ലാസ്സും ഒക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്തുകൊണ്ടാണ്? ബൗദ്ധികപരമായി ഉം, തകർക്കുക. അതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഉം. ചെയ്തിരിക്കുന്നത്. കാലങ്ങളായി ഇവിടെ ഒരു നങ്ങേലിയുടെ കഥ പറഞ്ഞു നടക്കാറുണ്ട് ഈ CPM-കാർ. ഈ നങ്ങേലി എന്ന് പറയുന്ന നങ്ങേലി ചരിത്ര മുല മുറിച്ച കഥ. സംഭവമാണോ? മുലമുറിച്ച കഥ. ഇത് ആർക്കും ഉം, അറിയാത്തൊരു കഥയാണ്. അതുപോലെ തന്നെ അവരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതെന്നാണ് അവർ പറയുന്നത്. അവരുടെ പാർട്ടി ഉം, ജനിക്കുന്നതിന് മുമ്പ് നടന്നൊരു കാര്യമാണ്. അതായത് ഒരു കള്ളം ഉം, പലവട്ടം പറയുക, അത് ഗീബൽസിന്റെ ഒരു തന്ത്രമാണ്. ഈ ഒരു കള്ളം പലവട്ടം പറയുക, അത് പലവട്ടം പറയും. ഇത് ഉം, ശരിക്കും ഉപയോഗിച്ചൊരു ഒരു ഭരണാധികാരി ഹിറ്റ്ലർ ആയിരുന്നു. ഹിറ്റ്ലർ അവരുടെ ഉം, ഉം. പട്ടാളത്തിന്റെ നേതാക്കന്മാർക്ക്, അതായത് ഈ സൈന്യാധിപന്മാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് ഒരു ഉം. കള്ളമെങ്കിലും പറയണം എന്നാണ് നിർദ്ദേശം കൊടുത്തത്. ആ, ശരി. അതായത് ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇത് 10 തവണ ഒരു കള്ളം പറയുമ്പോൾ ഇത് സത്യമായിട്ട് മാറും. അങ്ങനെയാണ് ഉം, ഇവരുടെ ഈ സോൾജിയേഴ്സിനെ അവർ ബലപ്പെടുത്തി നിർത്തി. അതായത് നമ്മൾ ഒരു സൈഡിൽ നമ്മുടെ സോൾജിയേഴ്സ് തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ നമ്മൾ പറയുന്നത് ജയിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ചെയ്തത്. ഉം, അതുകൊണ്ട് ഉം, അവരുടെ സൈന്യാധിപന്മാർക്ക് അദ്ദേഹം കൊടുത്ത നിർദ്ദേശം തന്നെ, നിങ്ങൾ ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ എന്ന് പറഞ്ഞ കണക്ക് ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒരു പരിധിവരെ ഉപയോഗിച്ചത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമായിരുന്നു. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ ഉം, കൂടെയാണ് നമ്മുടെ രാജ്യത്തെ താറടിച്ചത്. ധനുഷിന് ഉം, അറിയാമെന്ന് അറിയത്തില്ല, നമ്മുടെ ഈ തിരുവിതാംകൂർ ഉം, ഉണ്ടല്ലോ, നമ്മുടെ തിരുവിതാംകൂർ, ധനുഷും ഞാനും ഉം, ഒക്കെ ഉം, തിരുവിതാംകൂറുകാരന്മാരാണ്. നമ്മുടെ ഉം, തിരുവിതാംകൂറിന്റെ ഉം, ഈ പിന്നെ രൂപയുടെ മൂല്യം ബ്രിട്ടീഷുകാരുടെ ഡോളർ ഉണ്ടല്ലോ, ആ ഡോളറിന്റെ ഉം, 3 ഇരട്ടിയായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് കീഴ്പ്പെടുത്താൻ ഓ, പറ്റാത്ത ഒരു മണ്ണാണ് തിരുവിതാംകൂർ.
ടിപ്പുവിന് കീഴ്പ്പെടുത്താൻ ഉം. പറ്റാത്ത മണ്ണാണ് തിരുവിതാംകൂർ. ഇവിടെ എങ്ങനെയാണ് ഉം. ബ്രിട്ടീഷുകാർ സന്ധി ചെയ്തിട്ടാണ് തിരുവിതാംകൂറുമായിട്ട് ഭരിച്ചത്, അതെ അതെ, അല്ലേ? ടിപ്പു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് വെട്ടും കൊണ്ട് ഓടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടിയ കഥ മാത്രമല്ല, വെട്ട് കിട്ടിയ ഇവിടല്ല, ഉം. അത് വൈക്കം പത്മനാഭപിള്ളയുടെ വെട്ടാ കിട്ടിയത്. അത് അത് അതെ അതെ അത് വേറെ വെട്ട് ആ കിട്ടി. ആ വെട്ട് കിട്ടിയത്. അപ്പോ ഇതെല്ലാം കടന്നു കയറാൻ അവർ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? തിരുവിതാംകൂർ ശക്തമായ ഒരു രാജ്യവും സംസ്കാരവും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പക്ഷെ തന്നെയാണ് അതൊന്നും നമ്മൾ തിരുവിതാംകൂറിന്റെ പഠിക്കുന്നില്ലല്ലോ ചേട്ടാ. അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. പകരം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ചേന്നാൻ ലഹള കുറിച്ച് ഉം, ഉം, പഠിക്കുന്നുണ്ട്. അവിടെ എന്താണ് ഈ ഹിന്ദുക്കൾക്കിടയിലുള്ള ജാതി സ്പ്ലിറ്റിനെ വലുതാക്കി കാണിച്ചുകൊണ്ടാണ് ഈ ചേന്നാൻ ലഹളയെ കുറിച്ച് പഠിക്കുന്നത്. ഉം, ഉം, പകരം ഈ ഉം, എട്ടുവീട്ടിൽ പിള്ളമാരുടെ കുടില കഥകൾ നമ്മൾ പഠിക്കുന്നത്. അതായത് ഉം, ഉം. ഹിന്ദുവിനിടയ്ക്കുള്ള ആ ഒരു കാര്യങ്ങളെ കുത്തിപ്പൊക്കി ഹൈലൈറ്റ് ചെയ്ത് ഇവരെല്ലാം വൃത്തികെട്ടവന്മാരാണ്, ഇവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഉം. അപസ്ത്രങ്ങൾ നടക്കുന്നു, ഇല്ലെങ്കിൽ അഥവാ നോബലി നടക്കത്തില്ലല്ലേ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ സ്ത്രീലമ്പടന്മാരായിരുന്നു, ജാതി സ്പർദ്ധ ആ ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതെ, തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ച് പറയുന്നത് അങ്ങേറ്റം തെറ്റായ ഒരു കാര്യമാണ് ഈ ജാതി സ്പർദ്ധയുടെ കാര്യം. അവരാണ് ഇത് ഈ ഉം. ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ അനുവദിച്ച് ഒരു പാർട്ടി. അത് പക്ഷെ അത് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ഇവിടെ പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ ഉണ്ടാകുന്നത്. കോമഡിയാ. ഇപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം വെച്ചാല്, നിങ്ങൾ നോക്കിക്കോളൂ, ഇതുവരെയുള്ള ചരിത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദു രാജാക്കന്മാരെ ചക്രവർത്തിമാരെ ഹൈലൈറ്റ് ചെയ്തൊരു കഥ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഝാൻസി റാണിയെ കുറിച്ച് പറയുന്നത് ചെറിയ പാരഗ്രാഫാ. ടിപ്പു സുൽത്താനെ കുറിച്ച് പറയുന്നത് ഉം. 2 പേജാണ്. ഔറംഗസീബിനെ കുറിച്ച്, ഹുമയൂണിനെ കുറിച്ച്, ബാബറെ കുറിച്ച്, അക്ബറെ കുറിച്ച്, ഇതിനൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ എത്രയോ ഒരു വീരന്മാരായ രാജാക്കന്മാർ, ആ കഥകൾ ആരെങ്കിലും അറിയുന്നുണ്ടോ, പറയുന്നുണ്ടോ? ഇനി വന്ന സിനിമകൾ മുഴുവൻ നോക്ക്. വിഗ്രഹത്തെ തുപ്പുന്നവരുടെ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കൊടുത്ത നാടാണിത്, നിർമാല്യത്തില്. ഉം, ഉം, അങ്ങനെ ഉം, ഉം, സിനിമകളാണെങ്കിൽ തന്നെ ഒരു വലിയ അജണ്ട വെച്ചുകൊണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്പൂതിരി വില്ലൻ, നായര് വില്ലൻ, ഉം. അല്ലെ ഹിന്ദുക്കൾ വില്ലൻ, ആ ഒരു ഗണത്തിലാണ്. ഇപ്പൊ അത് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്, ക്രിസ്ത്യാനിയാണ് ഇപ്പോഴത്തെ വില്ലൻ. ഇവിടെയൊക്കെ അതെ അതെ അതെ. നായകനായിട്ട് വരുന്നതും ഇല്ലെങ്കിലും വരുന്നത് മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ഒരു പെണ്ണ് ആ. നിരാലംബയും ആവശ്യമായി ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ ഗതിയില്ലാത്തൊരു പെണ്ണ് ഒരു മുസൽമാന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവളെ രക്ഷപ്പെടുത്തുന്നു. നേരെ മറിച്ച് ഹിന്ദുവും ഉം. ക്രിസ്ത്യാനിയും വില്ലത്തരത്തിലൂടെ പെരുമാറുന്നു. അതെ അതെ. ഇങ്ങനെയൊക്കെയുള്ള കുറെ അജണ്ടകളായ സിനിമകള്, കുറെ സാഹിത്യങ്ങള്, ഒപ്പം തന്നെ കുറെ ചരിത്രങ്ങൾ. ഈ ചരിത്രം എവിടുന്ന് വന്നു? പണ്ട് കാലത്ത് ഉം. പ്രിന്റിംഗ് മില്ല് എഴുതാൻ അറിയാൻ മേലായെന്ന് പറഞ്ഞ് ഇന്ന് ഈ ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ ചരിത്രകാരന്മാരും ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ്. അവരെഴുതി ഉണ്ടാക്കി അതെ. വെച്ച, മോദി വന്നതിന് ശേഷമാണ് അടിച്ച് പുറത്താക്കി പിണ്ടം വെച്ച് ഇവന്മാരെയൊക്കെ. പിണ്ടം വെച്ച് പുതിയ ആൾക്കാരെ കൊണ്ടിരുത്തിയപ്പോഴാണ് പുതിയ ചരിത്രം പിറന്നത്. ആ ചരിത്രം പിറന്നിട്ട് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ പ്രദേശത്തുമുള്ള ഉം. സ്വാതന്ത്ര്യ സമര പോരാളികള്, ചരിത്രത്തിലെ ഉം. നവോത്ഥാന നായകന്മാർ, ഇവരെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഉം. ശ്രമം നടത്തി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ഉം. ആളുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഉം. ആളുകളായിരുന്നു ഉം. നമുക്ക് നേട്ടം ഉണ്ടാക്കി തന്നത്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഉം. എന്തുകൊണ്ട് തിരുവിതാംകൂറിന്റെ ഒരു ഏട് അടയാളപ്പെടുത്തുന്നില്ല? അവർ മാത്രമല്ലേ ഈ രാജ്യത്ത് പൊരുതി നിന്നത് ശരിക്കും? ബ്രിട്ടീഷുകാരെ ഉം. തടഞ്ഞു ഉം. ഉം. നിർത്തിയത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അവരോട് സന്ധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി. എന്തുകൊണ്ടാണ്? അവർ എന്റെ പൊന്നു ധീരന്മാരായിരുന്നു. ചേട്ടാ, തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ച് നമുക്കൊരു വാക്കുപോലും മിണ്ടാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം തിരുവിതാംകൂർ രാജാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കൂട്ടം കമ്മികളും കമ്മികൾ പോട്ടെ, ഏറ്റവും കൂടുതൽ വെറുപ്പ് സുഡാപ്പിയൊക്കെ തിരുവിതാംകൂർ രാജാ. പക്ഷെ നമ്മുടെ ഗൾഫിൽ പോയി കഴിഞ്ഞാല് സൗദിയിലെ രാജാവ് ഭയങ്കര കിടിലം, അടിപൊളി. സൗദിയിലെ രാജാവ് നീതിമാൻ. അത് സൗദിയിലെ രാജാവിനെ കുറിച്ച് അവർ പറയുന്നത് എന്താ അറിയോ? സൗദി രാജാവിന്റെ ലക്ഷൂറിയസ് കാറില് ഒരു പ്രാവ് അതിന്റെ വൈപ്പറിൽ വന്ന് മുട്ട ഇടാൻ ഇരുന്നപ്പോ ആ പ്രാവിന്റെ മുട്ട വിരിയുന്നത് വരെ സൗദി രാജാവ് കാർ എടുത്തില്ല പോലും. ഇങ്ങനെയൊക്കെയാണ് കഥകൾ അടിച്ചിറക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇവർക്ക് ചരിത്രം അറിയാന്നുള്ളതല്ല, ഇവര് ഇപ്പൊ വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. അവർണ സവർണ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, അവർണ സവർണ. ഉം, ഏറ്റവും ഉം, വലിയ രസം ഉം, വെച്ചാൽ ഇവർ ഈ സവർണ പാർട്ടി എന്ന് പറയുന്നത് BJP പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇന്ത്യയിൽ ഉം, ഏതാണ്ട് 1200 മുകളിൽ SC ST MLA മാരുണ്ട്. ഉം, MP-മാരിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അവർക്ക് SC ST. അവരുടെ നേതാക്കന്മാരൊക്കെ ഇപ്പൊ അവര് ഒരു ഗോത്രവർഗത്തിൽപ്പെടുന്ന ഒരാളെയാണ് പ്രസിഡന്റ് ആക്കിയത്. ഒരു ഗോത്രവർഗത്തിൽപ്പെടുന്ന ആളാണ് ഒഡീഷയുടെ മുഖ്യമന്ത്രി. അങ്ങനെയൊക്കെ ആക്കി. ഈ ഉം. പറയുന്ന ഇവന്മാർക്ക് എന്തെങ്കിലും പൂക്കച്ചവടം ഉണ്ടോ? ഒന്നുമില്ല. പകരം ഈ തമ്മിലടിപ്പിക്കാൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെയാണ്. അതിന്റെ തിക്തഫലമാണ് ഇത്തവണ കേരളത്തിൽ അനുഭവിച്ചത്. അതായത് വെറുതെ ഉം. നിന്നിട്ട് അങ്ങ് പറയുകയാണ്. ഇവിടുത്തെ കുറെ അധികം സിനിമകള് ശരിക്കും അജണ്ട ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളാണ്. അതായത് ഉം. സിനിമയിൽ ഇപ്പം എന്താണ്, ബുർക്ക ഇട്ട് കഴിഞ്ഞാൽ സമാധാനം കിട്ടും നായികയ്ക്ക്, വേറെ ഉം. ഒരു ഉം. ഡ്രസ്സ് ഉം. ഇട്ടാലും സമാധാനം കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഉം. പോകുന്നത്. ഇല്ലെങ്കിൽ ഉം. ഉം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായി ഇറക്കുന്ന സിനിമകളാണ്. അതിന്റെ അപ്പുറത്തെ സിനിമ ഉം. ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മൾ ഉം. കാണണം. അതല്ല, സിനിമയ്ക്കും സ്വാധീനം കുട്ടികൾക്കിടയിൽ ചെലുത്താൻ കഴിയും, വലിയവർക്കിടയിൽ ഒരുപക്ഷെ ചെലുത്താൻ കഴിയില്ല. ഇപ്പൊ ഞാനും ധനുഷും ഒക്കെ സിനിമ പോയി കാണുന്നത്
നമുക്ക് കുറെ നേരം സമയം പോകണം എന്നുള്ളത് വെച്ചിട്ടാണ്. അല്ലാതെ ആ സിനിമയിൽ നിന്ന് പ്രത്യേകിച്ച് പോരാത്തതിന് എനിക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഈ ഒരു കറുപ്പും വെള്ളയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കായി. കഴിവുകൊണ്ട് നമ്മളൊരു 2.5 മണിക്കൂർ നമ്മുടെ സമയം പോകണം. ഇത് നമുക്ക് രസിക്കുന്നതാണെങ്കിൽ രസിക്കണം, ഇല്ലെങ്കിൽ ഇല്ല. ഇറങ്ങി വന്ന് അതെ അതെ. നല്ലതാണോ വെച്ചാൽ നല്ലതെങ്കിൽ പറയും, നല്ലതെന്ന് പറയില്ല പൊട്ടയാണെങ്കിൽ പൊട്ടയെന്ന് പറയും. കാരണം നമുക്ക് അതിന്റെ സാങ്കേതിക ഉം. ഒന്നും അറിയണ്ട. നടനും നടിയെന്നും കുറിച്ച് നമുക്ക് വലിയ ബോധമില്ല, നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് സിനിമ ഉം. നന്നാകണമെന്ന് മാത്രമേ. അപ്പൊ അതിനകത്തൊക്കെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ. ഈ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സിനിമയാണെങ്കിൽ 3 ദിവസം അവരുടെ മനസ്സിൽ ആ സിനിമയെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചില കുട്ടികൾ ഉം. അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്, ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ച കിലുക്കത്തിലെ ഡയലോഗൊക്കെ അവർ കാണാതെ പറയും. നേരെ മറിച്ച് അവന്റെ പഠിക്കുന്ന ഉം. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ച് അവൻ അത് അവന്റെ മനസ്സിലേക്ക് വരത്തില്ല. എന്താ വെച്ചാൽ അത് അതെ സ്വാധീനം അതെ. ചെലുത്തും. അതുപോലെ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ ഇതിനൊക്കെയുള്ള ഉം. വർഗീയപരമായ കലാപങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഇത് കിടക്കും. അപ്പൊ എന്ത് പറ്റും, ഈ മുതിർന്ന ആൾക്കാര്, അതായത് ഈ മതമൗലികവാദികൾ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉം. മുതലെടുക്കാൻ വേണ്ടി ഈ കുട്ടിയെടുത്ത് പറയും, കണ്ട അന്ന് ആ കലാപം നടന്നതാണ്, യുവന്മാരാണ് ആ കലാപം നടത്തിയത്, യുവന്മാർക്കെതിരെ വേണം നീ ഉം. വളരുമ്പോൾ വാളെടുക്കാനായിട്ട്. നമ്മൾ കണ്ടില്ലേ ഈ ബാബറി ഉം. ദിനത്തിന് കുട്ടികളുടെ ഈ നെഞ്ചില് സ്റ്റിക്കർ പതിപ്പിച്ച എന്താ അയാം ബാഡ്ജ് ബാബറി പതിപ്പിച്ച എന്ന് കേസ്, പറഞ്ഞു. ആയാം ബാബറി എന്ന് പറഞ്ഞു. ഇതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികളിൽ വിഷം കുത്തി വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക. അത് വേണ്ട എന്ന് തന്നെയാണ് തീരുമാനം. ആ തീരുമാനം ഇനിയിപ്പോ ശിവൻകുട്ടി എന്നുള്ളതല്ല, കൃഷ്ണൻകുട്ടി വന്നാൽ അത് മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് അല്ല ചേട്ടാ, എന്റെ മാറ്റാൻ ഒരു പറ്റില്ല. ചോദ്യം അടുത്തൊരു ചോദ്യം അതാണ്, കേരള സർക്കാരിന് ഇത് പഠിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ ഇത്? ഇതിനകത്ത് ധനുഷ, സത്യത്തിൽ ഇത് നിങ്ങൾക്ക് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. ഇവന്മാര് ഉം. ഇവിടെ നിന്ന് ചുമ്മാ തള്ളുന്ന തള്ളാ, CA വരത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം 2 തടങ്കൽപ്പാളയം പണിത സംസ്ഥാനങ്ങൾ ഒന്ന് കേരളമാണ്. പിന്നെ അത് നടപ്പാക്കില്ലെന്ന്, ഇത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞു. നടപ്പാക്കില്ലെന്ന് ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവർ നടപ്പാക്കുന്നവരാണ് ആൾക്കാർ. പിന്നെ ഉം. ഉം. വെറുതെ ഞാൻ ഉം. പറഞ്ഞില്ലേ, ഉണ്ടയില വെടി പൊട്ടിക്കുന്ന ഒരു സർക്കാർ, ആ വെടിയേറ്റ് ഉം. ഉം. മരിക്കുന്ന കുറെ ജനവും ഉള്ള ഒരു സ്ഥലമാണിത്. സത്യത്തിൽ പ്രഭുത്തരം എന്നല്ല ഉം. പറയുന്നത്, വേറെന്തെങ്കിലും വാക്കുകൾ നമ്മൾ കണ്ടെത്തണം. ഉം. കാരണം ഈ ഒരു സിനിമയുണ്ട് ഗുരു എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഗുരു കണ്ടതാണോ ധനുഷ്? ഗുരു, മോഹൻലാലിന്റെ കണ്ടിട്ടുണ്ട് പടം. കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ആ പിന്നെ ആ പിന്നെ ആ ചിത്രത്തിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജനങ്ങളെല്ലാം കൂടെ ഒരു എന്തോ ഒരു പഴം കഴിക്കാം, പേര് പറഞ്ഞുപോയി ആ പഴത്തിന്റെ. ആ പഴം കഴിച്ച് ഇലാമപ്പഴം. ഇവരെല്ലാം അന്ധര. ഇലാമപ്പഴം കഴിച്ച് എല്ലാവരും അന്ധരാ. ഇത് ഈ രാജാവ് കൊടുക്കുന്നതാണ് ഉം. ഇലാമപ്പഴം. കാരണം ഇവർ ഇവിടെ നടക്കുന്ന ഉം. കാര്യങ്ങളൊന്നും അറിയരുത്, ഒന്നും ചിന്തിക്കരുത് എന്ന് പറയും. അങ്ങനെ ഇവിടെ കുറെ ഉം. നാളുകളായിട്ട് ഇവിടുത്തെ അത്തരത്തിലൊരു പഴം കൊടുത്തിട്ടിരിക്കുന്ന ജനമാണ് ഇവിടെ കിടക്കുന്നത്. അവരൊന്നും കാണുന്നില്ല, കണ്ടാലും അവർക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഇന്നിപ്പോ വന്നിട്ട് അതെ അതെ പറയാണ് അതെ. പാഠപുസ്തകങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കില്ല, ഓക്കെ, നാളെ മുതൽ ഞങ്ങൾ കേരളയിൽ കൊണ്ടുവരും, അപ്പോഴും ഓക്കെ. ഇതെല്ലാം ഓക്കെ പറയുന്ന ഒരു സമൂഹമായി മാറി. പക്ഷെ അത് മാറ്റം വരും, മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. യൂത്ത് ഉം. വരുന്നുണ്ട്, നമ്മുടെ യൂത്ത്. നമ്മുടെ കാര്യം ഉം. പറയും, ഈ പുതിയ തലമുറ പിള്ളേരുണ്ട്, ഒരു കൊച്ചു പിള്ളേർ, ഒരു കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ, ഉം. അവർക്ക് ഇപ്പൊ ഈ മൊബൈലും കാര്യങ്ങളും വന്നപ്പോൾ അവർക്ക് ഈ ലോകത്തെ കുറിച്ച് നല്ല ധാരണയായി. മുമ്പ് ഇവിടെ ഉം. 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 CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ പറഞ്ഞത്, നമ്മളുടെ റോഡ് വികസിച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ഈ റോഡ് കാണാൻ വരുമെന്ന് പറഞ്ഞതാണ്. ഉം. അങ്ങനെയെങ്കിൽ ആദ്യം പോകേണ്ടത് UP-യിലേക്കായിരിക്കും. കാരണം അവിടെ 80 മീറ്റർ വീതിയിലാണ് റോഡ്, ഇവിടെ 45 ഉള്ളൂ. UP-യിലൊക്കെ 10 വരി പാതയാണ് ഹെലികോപ്റ്ററിനും പോകുന്നത്. എയർപ്ലെയിനൊക്കെ വന്നിറങ്ങാം അല്ലേ യുപിയിലെ റോഡിൽ? വന്ന UP-യിൽ ഞാൻ 2022 പോയതാണ്. അവിടെ എല്ലായിടത്തും ഈ ഉം. ഫൈറ്റർ ജെറ്റ് ഇറക്കിയിട്ടാണ് പ്രധാനമന്ത്രി അന്ന് ഉദ്ഘാടനം ഉം. ചെയ്തത് റോഡില്. അപ്പം അതെ അതെ. ഇവിടെ റോഡ് പണി വന്നു കഴിഞ്ഞാല് പിന്നെ എന്താ പറയുന്ന വിദേശികൾ ഇവിടെ വരുമെന്ന്. ഈ കുട്ടികളുടെ ഇത് പറഞ്ഞ കുട്ടികൾ ചിരിക്കും. കുട്ടികൾ നെറ്റ് നോക്കുമ്പോൾ ഏറ്റവും നല്ല റോഡ് എവിടെയാണോ ഉള്ളത്, സിംഗപ്പൂരില്ല, ഒരുപാട് രാജ്യങ്ങളുണ്ട്. എന്തിനു പറയാം, നമ്മൾ ഉം. അതിനേക്കാൾ വലിയ തള്ളു നടത്തില്ല. അമേരിക്കയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് ഒരു മാസ്ക് തരുമോ ഞങ്ങൾക്ക് രക്ഷിക്കാൻ എന്നൊക്കെ ചോദിച്ച അതെ 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 അതെ. തള്ളും നമ്മളിവിടെ ആ, കേട്ടിട്ടുണ്ട്. അതും തള്ളു നമ്മൾ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതെ അപ്പം അതെ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്ന ദിനം പ്രതി. അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഉം. പിള്ളേരെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ, പിള്ളേർക്ക് ഈ കലാപകലുഷിതമായ കാര്യങ്ങൾ പഠിപ്പിക്കാതിരിക്കുക, അവരുടെ മനസ്സിലേക്ക് അത്തരം ഉം. കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ല തന്നെ ഇപ്പൊ അതെ തന്നെ ചേട്ടാ, പിള്ളേരെ ഇതിന്റെ ബ്രെയിൻ വാഷ് വേറൊരു ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയട്ടെ. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ കൊച്ചുകുട്ടികൾ ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പഠിക്കണം, ബാബറി പള്ളിയെ കുറിച്ച് പഠിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് ഇത്ര വാശി എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അത് ഞാൻ പറയാനുണ്ടായ കാരണം, ചേട്ടാ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ മുജാഹിദ് സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് പോയി ഒരു പ്രസംഗം നടത്തിയത് ചേട്ടൻ ഓർമ്മയുണ്ടോ? ശ്രീധരൻ പിള്ളയെ അവിടെ ക്ഷണിച്ചു സമ്മേളനത്തിൽ എന്ന് പറഞ്ഞിട്ട് ജോൺ ബ്രിട്ടാസ് പോയി അവിടെ പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ പള്ളി തകർത്തത് ഹിന്ദുക്കളാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? അതായത് വിഷം എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും. ഇങ്ങനെയാ അയാൾ പറഞ്ഞത്. മറന്നുപോയോ? നിങ്ങൾ അത് മറക്കാൻ പാടില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? സുപ്രീം കോടതി വരെ വിധി വന്നൊരു സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നാട് മുന്നോട്ട് പോട്ടെ, ഫ്രണ്ടിലോട്ട് പോട്ടെ, നേരെ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വിധി വന്നല്ലോ. ഇപ്പൊ സാദിഖ് അലി തങ്ങൾ വരെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഇവിടെ എന്താണ്, അയോധ്യ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അയോധ്യ എന്ന് പറയുന്നത് രാമജന്മഭൂമിയാണ്. അവർക്ക് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് മെക്ക എന്നതുപോലെ അത് മാത്രമേ ഉള്ളൂ. ഇത്
ഒരു കാലത്തും അവന് മറക്കാൻ പാടില്ല. നമ്മളെ രാജ്യം എപ്പോഴും മുൾമുനയിൽ തന്നെ നിൽക്കണം, ജനങ്ങൾ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കണം, കൊച്ചു കുട്ടികളുടെ ലെവലിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം എന്നുള്ള ആ ഒരു വൃത്തികെട്ട ഒരു മൈൻഡ് സെറ്റ് എന്താണ് അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാർ? ഈ ഹാഗിയ സോഫിയെ കുറിച്ച് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാല് എന്താകും അവസ്ഥ? അവരുടെ ഉം. വിശുദ്ധ ദേവാലയമല്ലേ തുർക്കിയിൽ തകർത്തത്? അതിനെക്കുറിച്ച് അതെ അവർ അതെ. വിലപിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുകയും അത് മറക്കാതെ ഞങ്ങൾ അതിനെതിരെ പോരാടുമെന്ന് പറയുകയും ചെയ്താൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? കാരണം ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് അല്ലെ? അപ്പൊ സി ഉം പി ഉം ഉം. എമ്മിന്റെ ലക്ഷ്യമൊന്നും മറ്റൊന്നുമല്ല. സി പി എം ഇപ്പൊ പണി മേടിച്ചിട്ടും അവർക്ക് കാര്യം മനസ്സിലാക്കില്ല. എന്തുകൊണ്ട് അവർ പണി ഉം മേടിച്ചെന്ന് തിരക്കുമ്പോൾ അതിന് കിടന്ന മുസ്ലിം പ്രീണനം തന്നെയാണ് അവരെ ഈ പരുവത്തിലേക്ക് എത്തിച്ചത്. അതായത് ഞങ്ങളില്ലെങ്കിൽ ഇന്ത്യയില്ല, ഞങ്ങൾ അധികാരത്തിൽ ഉം വന്നില്ലെങ്കിൽ മുസ്ലിങ്ങൾ രണ്ടാം തര പൗരന്മാരായി മാറും, നിങ്ങളെ മറ്റവന്മാർ ഉം കൊന്നൊടുക്കും എന്നൊക്കെ ഉം പറഞ്ഞിട്ട് ഈ ഒരു 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 സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വോട്ടിൽ ബാങ്കിലേക്ക് കടന്നു കയറാനും അവരെ ഒരു വോട്ട് ബാങ്കായി നിർത്തുവാനുമുള്ള ഒരു ശ്രമമാണ്. ഉം യു ഉം ഉം പിയിൽ ഉത്തർപ്രദേശിൽ ഉം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ അടുത്ത കാലത്ത് ഒരു വലിയ ഒഴുക്ക് ഈ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ബി ജെ പിക്ക് ഉണ്ടായി. പസ്മന്ത മുസ്ലിംസ് എന്ന് ഉം പറയും, മുസ്ലിങ്ങൾക്കിടയിൽ പിന്നോക്ക ഉം വിഭാഗമാണ്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കത് പെട്ടെന്ന് മനസ്സിലാകില്ല. ഈ യു പിയിലൊക്കെ ദളിത് ഉം മുസ്ലിംസ് ഉണ്ട്, അവിടെ ഭട്ട് ഉം മുസ്ലിം ഉണ്ട്, ജാട്ട് മുസ്ലിം ഉണ്ട്, യാദവ് മുസ്ലിം ഉണ്ട്. അതേപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിൽ ആ പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്ക് സംവരണവും അതുപോലെ തന്നെ ഈ വീടും മറ്റുള്ളതൊക്കെ നൽകി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുറച്ചെങ്കിലും കുറച്ചവർക്ക് ഒരു യാഥാർത്ഥ്യം മനസ്സിലായത്. ഇത്ര നാള് ഉം ഞങ്ങളുടെ നേതാക്കന്മാർ പറ്റിക്കുകയായിരുന്നു. കാരണം ഉം ഇങ്ങനെയൊക്കെയുള്ള ഉം ആനുകൂല്യങ്ങൾ തരാതെ അവരുടെ ജാഥയ്ക്കും മറ്റും വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉം കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു മുസ്ലിം സമുദായത്തിൽ പെടുന്ന വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ കുറച്ചൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഈ ലോകത്തെ മനസ്സിലാകാനും രാജ്യത്തെ മനസ്സിലാകാനും തുടങ്ങിയപ്പം ഈ നമ്മളുടെ തലയിൽ ഈ വിഷം കുത്തി വെക്കുന്നവരെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നുണ്ട് കുറച്ചധികം പേർക്ക്. അതിന്റെ ഉം മാറ്റം പലയിടത്തും ഉം കണ്ടിട്ടുണ്ട്. അത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകില്ല, അത് ഗ്രാജുവലി ഉം അതിനൊരു മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്ത്യയിൽ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. കാരണം ഇവിടെ വിഷം ഉം വിതയ്ക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പൊ തീഹാറിലാണ്. ഇനി വിഷങ്ങളൊന്നും നശിച്ചിട്ടൊന്നുമില്ല, വിഷങ്ങളൊന്നും ഉടനെ നശിക്കത്തില്ല. വിഷവിത്തുകൾ പല രൂപത്തിൽ വരും, മതപണ്ഡിതന്മാരും മതമൗലികവാദികളും മൗലിക അങ്ങനെ പല രീതിയിൽ വരും. പക്ഷെ എങ്കിൽ തന്നെ ഉം അവരുടെ ഇടയിലുള്ള ഒരു ജനത, ഒരു ചെറുപ്പക്കാരായ ഒരു ജനതയ്ക്ക് കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവര് ഉം പറയും, ഇപ്പം വെറുതെ നിന്നിട്ട് നമ്മൾ പണ്ടൊക്കെ ധനുഷിന് ഓർമ്മയുണ്ടാകും, ഈ മുമ്പൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ എല്ലാ ദിവസവും എവിടെയെങ്കിലും ഒരു പള്ളി തകർത്തു എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഉം ഉം. ഇപ്പോഴ് അതെ അത്തരം അതെ. വാർത്തകൾ വരുന്നില്ല. എന്തുകൊണ്ടാണ്? ആ വാർത്ത വന്നാൽ ആ വാർത്തയുടെ പൊള്ളത്തരം നിമിഷ നേരം കൊണ്ട് മറ്റു ഓൺലൈൻ മീഡിയാസിൽ വരാനുള്ള സംവിധാനം ഇന്ന് ഈ രാജ്യത്ത് വന്നതോടുകൂടിയാണ് ഉം അത്തരം ഉം വാർത്തകൾ ഇല്ലാതായത്. ഇപ്പം ഇല്ല എങ്കിൽ ഉം ഉം എവിടെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പറയും ജയ് ശ്രീരാം മുഴക്കാഞ്ഞിട്ട് ഒരാളെ തല്ലിക്കൊന്നു എന്ന് പറയും. യു പിയിലോ ബീഹാറിലോ ഒക്കെ ആയിരിക്കും ആ വാർത്ത കേരളത്തിലാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഉം പുള്ളി വല്ല അറ്റാക്കും വന്നിട്ടായിരിക്കും മരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ ഉം അങ്ങനെയല്ല. ഉം ഉം ഇന്ന് ഉം അങ്ങനത്തെ ഒരു വാർത്ത രാവിലെ 10 മണിക്ക് വന്നാൽ 11 മണിക്ക് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ടുള്ള വാർത്ത ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യവും ലോകവും മാറി. അതുകൊണ്ടാണ് അത് ഉം മാറിയത്. ഉം ഉം. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ കുട്ടികളുടെ ഇടയിലേക്ക് കഴിവതും വിഷം കുത്തിവെക്കാതിരിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം ഉം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരാക്കി അവരെ വളർത്താൻ ശ്രമിക്കും, കുട്ടികളെ എങ്കിലും. പോട്ടെ, മുതിർന്നവർ അവർ ഉം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ വഴി തെറ്റുന്ന തെറ്റിക്കോട്ടെ, നമുക്ക് അതിനകത്ത് പറയാനൊന്നുമില്ല. ഉം. പക്ഷെ കുട്ടികളെ നമ്മൾ ആ അതെ രീതി അതെ. നമ്മൾ നോക്കിക്ക്. ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മതപാഠശാലകളില്ലേ, ആ ഉം ഉം മതപാഠശാലകളിലൊക്കെ എന്താ നന്മയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ സൺഡേ സ്കൂൾ ആയാലും ഇപ്പൊ ഉം ഈ ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ, അവിടെയൊക്കെ നന്മയുടെ കാര്യങ്ങൾ. ആ നന്മയുള്ളവരായി വളരട്ടെ കുട്ടികൾ. അവിടെ ഈ ഗുജറാത്ത് ഉം കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അതിനകത്ത് എന്തൊക്കെ കുത്തിക്കയറ്റും എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഗുജറാത്തുകാർ അതെ അതെ. കർഷകർ എന്നുള്ള പേര് തന്നെ ഇപ്പൊ നീക്കം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കർഷകർ എന്നുള്ള പേര് തന്നെ. ഉം കർഷകർ എന്ന് പറഞ്ഞത് സ്വയം ജോലി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, സ്വയം അർപ്പിച്ച് നിൽക്കുന്നവരെയാണ് കർഷകർ എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ഭീകരമായ അതെ അതെ. വാക്കായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്, ഈ കർഷകർ എന്ന് പറയുന്നത്. അല്ല, ഈ അങ്ങനെ കുറെ കൊച്ചുകുട്ടികൾക്ക് വാക്കുകൾ ഇപ്പൊ ചേട്ടാ ഈ കർഷകര് സംഘപരിവാർ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ല. സ്വാഭാവികമായിട്ടും അവര് ചിന്തിക്കുന്നത് എന്താ, ഞങ്ങളുടെ മുസ്ലിം പള്ളി ഹിന്ദുക്കൾ പൊളിച്ചു, അപ്പൊ തൊട്ടടുത്ത് ഒരു ഹിന്ദു കുട്ടി ഇരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുകയാണ് ഗ്രഡ്ജ് എന്ന് പറയുന്നത്. എന്ത് എന്ത് ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കണം. അല്ല, ഇപ്പൊ കേരളത്തില് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വേറെ സാധനമുണ്ട്. എനിക്കൊന്ന് കാന്തപുരം ഇതിന്റെ ഒരു ജീവചരിത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ ഉം പള്ളിക്കൂടം വന്നതിന്റെ പിന്നില് ഞങ്ങളാണ്, മുസ്ലിംസ് ആണ്, പള്ളിയോട് ചേർന്ന് ഉം. ഉള്ളതിനാണ് പള്ളിക്കൂടം എന്ന്. പള്ളിക്കൂടം ശരിക്കും പറഞ്ഞത് ക്രിസ്ത്യൻസിന്റെ നിന്നാണ് പള്ളിക്കൂടം വരുന്നത്. ക്രിസ്ത്യാനികളുടെയാ. പള്ളി ഉം. പള്ളി എന്ന് നമ്മൾ പറയുന്നത് അതെ ക്രിസ്ത്യൻ അതെ. പള്ളിക്കാണ്. മുസ്ലിം പള്ളിക്ക് അതെ മുസ്ലിം അതെ. പള്ളി എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും മസ്ജിദ് എന്നാണ് അവരെ അതിനെ ഉപയോഗിക്കുന്നത്. പള്ളി മസ്ജിദ്. രണ്ടു ഉം തരം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി, രണ്ടു തരം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളി. ഒന്ന് നസ്രാണി പള്ളി എന്ന് പറയും, മറ്റൊന്ന് ജൂതപ്പള്ളി എന്ന് പറയും. ജൂതപ്പള്ളി ഉണ്ട് നമ്മുടെ ഉം കൊച്ചിയിൽ. ഉം ഈ നസ്രാണി പള്ളി എന്ന് പറയുന്നത് മറ്റു ക്രിസ്ത്യൻസിന്റെ പള്ളിക്ക് നമ്മൾ പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമ്മളത് ഉം ഉം മാറ്റി കാത്തലിക് പള്ളി എന്നോ അങ്ങനെ നമ്മൾ ഇപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ആയല്ലോ നമ്മൾ. അപ്പൊ നമ്മൾ ആ ഒരു നസ്രാണി എന്നുള്ള, നസ്രാണി ഒരു മോശം പദവുമല്ല.
അതെ. ക്രിസ്ത്യാനികൾക്ക് പൊതുവെ പറയുന്ന ഒരു ഒരു പേര് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ആ പള്ളി എന്നുള്ള ആ ഒരു വാക്ക് ഈ പള്ളിക്കൂടമായി ഈ മദ്രസ അല്ല ഇവിടെ ആദ്യം വരുന്നത്. ഇവിടെ തിരുവിതാംകൂറിലാണ് ആദ്യത്തെ ഈ സ്കൂൾ. അത് ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച സ്കൂളാണ്. അപ്പം അത് സംസ്കൃത സ്കൂളാണ്. എനിക്ക് തോന്നുന്നു ചാവറ അച്ഛൻ ആയിരുന്നു ആ ഉം, ഉം. സ്ഥാപിച്ചതെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആണ്. അപ്പൊ അങ്ങനെ സ്ഥാപിച്ച സ്കൂളായിരുന്നു. അപ്പൊ അവരുടെ പള്ളി ആ പള്ളി സ്ഥാപിച്ച ഈ കൂടം എന്ന് പറഞ്ഞാൽ എന്താ, കൂടുന്ന ഇടം എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ കൂടം എന്ന് ഉം, പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോസ്റ്റൽ ഏരിയ, കടപ്പുറം ഏരിയ, അവിടെ കൂടമുണ്ട്. അത് ഈ ഉം, മീനുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഈ ഉണക്ക മീനും മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് കൂടം എന്ന് ഉം, പറഞ്ഞാൽ. കൂടം എന്നുള്ളതാണ്. ഈ സഭ എന്ന് ഉം. പറഞ്ഞാലും കൂട്ടം എന്നുള്ളതാണ്. അപ്പൊ പള്ളിക്കൂടം ഇപ്പൊ മാറ്റി 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 പള്ളിയിൽ നിന്ന്, അതായത് മുസ്ലിം പള്ളിയുടെ ഭാഗമായിട്ടാണ് ഈ പള്ളിക്കൂടം വന്നത് എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഉം, കാരണം അതിന് ഉം. വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയത്. പള്ളിമുക്ക് കേട്ടിട്ടുണ്ടോ? പള്ളിമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പള്ളിമുക്ക് ഉണ്ടാകും. പിന്നെ എല്ലാ ജില്ലകളും സഞ്ചരിച്ചാലും പള്ളിമുക്ക് ഉണ്ടാകും. അതായത് ഒരു പള്ളി ഉണ്ടാകും, പള്ളിയുടെ അടുത്ത് പള്ളിമുക്ക് ഉണ്ടാകും. ഈ പള്ളിമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മുസ്ലിം പള്ളിയുടെ സമീപമുള്ള പള്ളിമുക്കും ഉണ്ട്, ക്രിസ്ത്യൻ ഇതിന്റെ കീഴിലുള്ള പള്ളിമുക്കുണ്ട്. അപ്പൊ ഇത് പള്ളിമുക്ക് ഉം, അങ്ങനെ ഒരു സാധനം. പിന്നെ കുരിശടി, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു സാധനങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പൊ ഏതായാലും ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സംഭാവനയാണ് പള്ളിക്കൂടങ്ങൾ എന്നാണ്. അത് ഉം, ഉം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചാനലാണ് അതിന്റെ ഒരു വലിയ പ്രചാരകരായി ഏറ്റെടുത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് പിന്നെ ഈ ഓ. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ ഇന്ത്യ ബാബർ ഭരിക്കും, അക്ബർ ഭരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ചാനൽ ആയതുകൊണ്ട് പിന്നെ ആരും അതിനകത്ത് വലിയ കാര്യമാക്കണ്ട. അവരെപ്പോഴും പറയുന്നത് ഇവിടെ മുസ്ലിം ഭരണാധികാരി ഇന്ത്യ ഭരിക്കും, ഇതിനു മുമ്പ് ഇന്ത്യ ഭരിച്ചിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും മുസ്ലിം ഉം, ഭരണാധികാരി ഭരിച്ചിട്ടില്ല, ഇനിയൊട്ട് ഭരിക്കാനും പോകുന്നില്ല. ഉം. കാരണം ഇന്ത്യ എന്നുള്ളതല്ല അവര് ഭരിച്ചത്. അക്ബറും ബാബറും ഹുമയൂണും ഖിൽജി വംശമോ ഒക്കെ ഉം, ഭരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ മാത്രമാണ് അവർ. ഇന്ത്യ എന്നൊരു രാജ്യത്തെ അവർ ഭരിച്ചിട്ടില്ല. അപ്പൊ ആ കഥകൾ പറഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, പുള്ളി ചെയ്തെല്ലാം ഉം. നന്മകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ വരുന്നുണ്ട്. അതൊക്കെ ഇനി ചരിത്ര പുസ്തകത്തിൽ കയറിയിട്ടുണ്ട്. ചരിത്ര പുസ്തകത്തിൽ ഇത് പലയിടത്തും ഉം, ഉണ്ട്. ടിപ്പു സുൽത്താന്റെ കഥകളൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പം ഇങ്ങനെ ഉം. ഉള്ള ചില കാര്യങ്ങളുണ്ട്. അത് കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ സത്യസന്ധമായ ചരിത്രം പഠിപ്പിക്കുക, അവരെ നല്ല കുട്ടികളായി വാർത്തെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസം കൊടുക്കുക. ഇപ്പൊ നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വരേണ്ടത് സെക്സ് വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു അനിവാര്യമായ ഘടകമാണ്. ഇപ്പൊ എനിക്ക് വളരെ തോന്നുന്നു പല ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താണ് ബാഡ് അതെ, ടച്ച്, അതെ. എന്താണ് ഗുഡ് ടച്ച്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബേസിക് അത് കൊടുക്കുക. ഉം, ഒരു ക്രിമിനൽ ആകാതെ കുട്ടികളെ വളർത്തിയെടുക്കുക, ഒരു നല്ല മനസ്സിന് ഉടമകളാക്കി ഉം, വളർത്തിയെടുക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഈ വിഷവും കാര്യങ്ങളൊക്കെ കുത്തി തിരിപ്പിച്ച് അവരുടെ തലയിൽ കയറ്റി കഴിഞ്ഞാൽ ഭാവി വരുന്ന കുഴപ്പമെന്നറിയാം. ഈ അപ്പൂപ്പനായാലും ഉം. അമ്മൂമ്മയായാലും വലിച്ചു കയറി പൊട്ടിക്കും. ഇപ്പൊ ഈ പറയുന്ന അപ്പൂപ്പന്റെ ഒക്കെ അവരുടെ തലമണ്ട അടിച്ചാൽ പിള്ളേർ പൊട്ടിക്കും. കാരണം അവർ ഭയങ്കര ക്രിമിനൽസ് ആയിട്ടായിരിക്കും വളരുന്നത്, വയലന്റ് ആയിട്ടായിരിക്കും വളരുന്നത്. അപ്പൊ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്ക് തോട്ടിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു അഭ്യാസമാണ്. ഇവർ ഇന്നല്ലെങ്കിൽ നാളെ പോകും. ഉം, ഇതിന്റെ തിക്തഫലം ഈ സമൂഹമാണ് അനുഭവിക്കുന്നത്. അന്നേരം ഒരുപക്ഷെ ഈ ഉം, ചെങ്കൊടി പോലും ഈ നാട്ടിൽ കാണത്തില്ല ഇവർ ഈ പറയുമ്പോൾ. ആ ഉം, പക്ഷെ അതിന് ഉം. പകരം മറ്റുള്ളവർക്ക് നേരിലൊക്കെ ആയിരിക്കും ഈ ഒരു വർഗീയ ഈ ഒരു വിഷം കടന്നു പോകുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഉം, ഹിജാബിന്റെ വിഷയം. ഈ മുസ്ലിം രാഷ്ട്രങ്ങളിലെല്ലാം ഹിജാബ് നിർബന്ധമല്ല, ഖുറാനിൽ ഹിജാബ് വേണമെന്ന് നിർബന്ധം പറയുന്നു. പക്ഷെ ഇന്ത്യയിൽ ആ അതെ. ഹിജാബ് വലിയ രീതിയിൽ വിവാദമാക്കി മാറ്റുകയാണ്. ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കേരളത്തില്. ഹിജാബ് ഇല്ലെങ്കിലും കേരളത്തിൽ പിന്നെ അതിപ്പോ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെ ഈ ഇപ്പൊ അവർക്ക് അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യും, മറുവിഭാഗത്തെയും അതായത് ഹിന്ദു കുട്ടികളെയും അതിന് രീതി അവര് ഹിജാബ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കാവി ഷാൾ ഇട്ടുകൊണ്ട് വേണം സ്കൂളിൽ പോകാൻ. ഇക്കണക്കിന് ഉം, ഉം, ഇങ്ങനെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ പോലീസിൽ നാളെ താടിയുള്ളവനുണ്ടാകും, ഉം, തൊപ്പിയുള്ളവനുണ്ടാകും. പോലീസിന്റെ തൊപ്പിയല്ല, അല്ലാത്ത ഉം, തൊപ്പിയുള്ളവനുണ്ടാകും. അങ്ങനെ അങ്ങനെ ഉം, അങ്ങനെ ഉം, അങ്ങനെ ഓരോ വേഷവിധാനങ്ങളായിരിക്കും നമ്മുടെ എല്ലാത്തിലും. പട്ടാളത്തിൽ അങ്ങനെ ആയിരിക്കും, നഴ്സുമാരൊക്കെ അങ്ങനെ ഉം, ആയിരിക്കും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉം. യൂണിഫോം എന്ന് പറയുന്ന സാധനമുണ്ട്. യൂണിഫോം എന്ന് പറഞ്ഞാൽ ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ഒരു സാധനമാണ്. അതെ, ഇതെല്ലാത്തിലും അതെ. കടന്നു കയറും. ആദ്യത്തെ ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ യൂണിഫോമിൽ ആണ് ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടത്തി നോക്കുന്നത്. അവിടെ വിജയിച്ചാൽ ഉം, അടുത്തത് നേരെ പോലീസിലേക്കാണ് പോകുന്നത്, പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഉം, പോകും, ഉം, പിന്നെ പട്ടാളത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ പോകാൻ ഉം, ഇതൊരു താലിബാൻ അല്ല, ഇതൊരു ഇന്ത്യയാണ്, ഇതൊരു രാജ്യമാണ്, ഇവിടെ ഭരണമാണ്. ഉം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ആളുകൾ മുമ്പോട്ട് വന്നാൽ നരേന്ദ്രമോദിയോ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഒന്നും വേണമെന്നില്ല. നമ്മുടെ നാട്ടുകാർക്ക് തന്നെ ഉം, കൈകാര്യം ചെയ്യാനുള്ള വിഷയങ്ങളെ ഉള്ളൂ ഇതൊക്കെ. അവർ കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല. അവരിപ്പൊ തന്നെ ഉം, ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ ഉം, ചോദ്യം ചെയ്യുന്ന കാലം വിദൂരമല്ല. അത് ഇവിടുത്തെ എല്ലാ ഉം, രാഷ്ട്രീയ പാർട്ടികളും മതമൗലികവാദ സംഘടനകളും എല്ലാ നേതാക്കന്മാരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം നേതാക്കന്മാരുടെ ഉം, ചൊൽപ്പടിക്കല്ല ഇപ്പോൾ ഒരു വലിയ സമൂഹം നിൽക്കുന്നത് ഉം, എന്ന് തന്നെ മനസ്സിലാക്കണം. ഉം, ഇപ്പോൾ നടന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും അത് തന്നെയാണ്. നേതാക്കന്മാർ ഉം, നേതാക്കന്മാരുടേതായ വഴിയിൽ പോകും. അവർ നല്ലതാണെങ്കിൽ അവരുടെ ഉം, ജനം നിൽക്കും, അവർ മോശമാണെങ്കിൽ അവരുടെ വാക്കുകൾ ഉം, തള്ളിക്കളയുക തന്നെ ചെയ്യും. ഏതായാലും ഉം. വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ കൊണ്ടുവന്ന മാറ്റം വളരെ നല്ലതാണ് എന്ന് തന്നെ ഞാൻ പറയും. കൊച്ചു കുട്ടികളെ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പഠിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്.
ഓക്കെ, എന്തായിരുന്നാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായി തന്നെ വളരട്ടെ. കുഞ്ഞുങ്ങളെ രാഷ്ട്രീയക്കാർ അവരുടെ ഉപകരണങ്ങളാക്കി മാറ്റാതിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ രാഷ്ട്രീയക്കാർ ശ്രമിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശയുകൊണ്ട് നമുക്ക് നിർത്താം, അല്ലേ വിചേട്ടാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.